അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൺ റെസിപ്പിയാണ് കാണിക്കുന്നത്. മട്ടൺ വെച്ചിട്ടുള്ളൊരു പെരട്ടാണെന്ന് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണിത്. ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കുക്കറിൽ ഒരു 400 ഗ്രാം മട്ടനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി ഇതൊന്ന് 4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 4 മീഡിയം സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ കളറൊക്കെ ചേഞ്ചായി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 3-4 പട്ടയും 3-4 ഏലക്കയും 3-4 ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് പച്ച പെരിഞ്ചീരകം ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഉള്ളി വഴറ്റി എണ്ണയിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ആ മസാലയിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ മട്ടനിൽ പിടിച്ച് വരണം. ഇപ്പോൾ ഒരുവിധമൊക്കെ അവിടെ ഗ്രേവിയൊക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് ഈ മട്ടൻ പെരട്ട് തയ്യാറാക്കി എടുക്കണം. പെരട്ടായതുകൊണ്ട് ഒരുപാട് ഗ്രേവി നമുക്ക് ആവശ്യമില്ല. നല്ല കുറുകിയ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ മട്ടൻ പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി മട്ടൻ പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി മട്ടൻ പെരട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കുകൾ അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.